ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ IOQM എക്സാമിനേഷനൊക്കെ ഇന്നലെ കഴിഞ്ഞു. സെപ്റ്റംബർ 7 എല്ലാ കുട്ടികളും എക്സാമിനേഷൻ കഴിഞ്ഞ് ഓൾമോസ്റ്റ് കുറേ കുട്ടികളൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എക്സാമിനേഷൻ കുറച്ച് എളുപ്പമായിരുന്നു എന്നാണ് പൊതുവെയുള്ള നമ്മുടെ ഒരു കമൻസൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൈലത്തിൻ്റെ മാത്ത് ഒളിമ്പിയാഡ് പ്രൊഡിജി ബാച്ചിൽ ഒരുപാട് കുട്ടികൾ സെലക്ഷൻ കിട്ടിയതിന് ശേഷം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് നമ്മൾ മൊഡ്യൂൾ വൈസ് ക്ലാസ്സസും അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു 1 വീക്ക് അവർക്ക് മോക്ക് ടെസ്റ്റുകളും എല്ലാം നമ്മൾ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ജോമെട്രിയുടെ ഭാഗത്തു നിന്നും ആൾജിബ്രയുടെ ഭാഗത്തു നിന്നൊക്കെ വരികയുണ്ടായി എന്ന് കുട്ടികളെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീം ഓൾവേസ് ഇവിടെ സജ്ജമാണ്. ഇക്ബാൽ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഓൾറെഡി നമുക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കട്ട് ഓഫിനെ കുറിച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു ചിന്ത. അപ്പോൾ ഇന്നലെ തന്നെ നമുക്കറിയാം പല ചാനലുകളിലും നമ്മുടെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സൈലത്തിൻ്റെ മാത്ത് ഒളിമ്പിയാഡ് ചാനലിലും ടീച്ചേഴ്സ് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ അത് കാണുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കട്ട് ഓഫിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ആശങ്ക, ഈ വർഷം എക്സാം ഈസി ആയതുകൊണ്ട് ലാസ്റ്റ് ഇയർ കട്ട് ഓഫിനെ അപേക്ഷിച്ചിട്ട് ഒരു 2-3 മാർക്കിലുള്ള വ്യത്യാസം വരാനുള്ളൊരു സാധ്യത ഈ വർഷം കാണുന്നുണ്ട്. അപ്പോൾ ഒരു 20-22 അതൊക്കെ ആയിരിക്കാം ഈ വർഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കട്ട് ഓഫ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മാർക്കുകൾ കീ വെച്ച്, നിങ്ങൾ പ്രൊവിഷണൽ കീ വെച്ചിട്ടും അതുപോലെ സൈലത്തിൻ്റെ നമ്മുടെ കീ വെച്ചിട്ടൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ മാത്ത് ഒളിമ്പിയാഡ് ബാച്ചിൻ്റെ ഗ്രൂപ്പുകളിലും അതുപോലെ എല്ലാ ഇതിലും അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള സ്കോർ എന്താണെങ്കിലും അത് നമ്മളെ അറിയിക്കണം. അപ്പോൾ നമ്മളിതിൽ നമ്മുടെ മാത്ത് ഒളിമ്പിയാഡിൻ്റെ ബാച്ചിൽ തീർച്ചയായിട്ടും അത് പ്രൊമോട്ട് ചെയ്യാനും അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങളുടെ സ്കോർ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അത് എന്തിനാണ് ചോദിക്കുന്നത് വെച്ചാൽ, നമുക്ക് ഈ വർഷം ആദ്യമായിട്ട് IOQM എഴുതിയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. മാർക്ക് ചിലപ്പോൾ കുറവായിരിക്കും. നോ വറീസ്, ബിക്കോസ് അടുത്ത വർഷങ്ങളിൽ നമുക്ക് ഇതിൽ മനോഹരമായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല, നവംബർ 9 സെക്കൻഡ് ലെവൽ RMO എക്സാമിനേഷൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. അത് ഈ IOQM ലെവലിനേക്കാൾ നമുക്കറിയാം ഒബ്വിയസ്ലി നല്ല ലെവൽ കൂടിയ എക്സാമിനേഷനാണ്. അതുകൊണ്ടൊരു വിഗറസ് ആയിട്ടുള്ളൊരു ഡിഫറെൻറ്റ് ലെവൽ പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ വളരെ വേഗം എന്ന് വെച്ചാൽ ഈ വീക്കിൽ തന്നെ നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്കോർ നമുക്ക് അയച്ചു തരണം. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് IOQM ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് RMOയുടെ ക്ലാസ്സുകൾ നമ്മൾ ഒരുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മന്തിനുള്ളിൽ തന്നെ നമുക്കത് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഈ വീക്കെന്ന് പറഞ്ഞുവെങ്കിലും ഇപ്പോൾ നമുക്ക് IOQM ക്ലാസ്സസ് സ്റ്റാർട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ RMOൻ്റെ ക്ലാസ്സുകൾ നമുക്ക് തുടങ്ങുന്നതിനേക്കാളും മുമ്പ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് RMO ക്ലാസ്സസിൽ സെലക്റ്റഡ് ആകാനായിട്ട് നിങ്ങളുടെ കട്ട് ഓഫ് സ്കോർ നമ്മൾക്ക് ഉടനെ തന്നെ അയച്ചു തരിക. നമ്മുടെ ടീം റെഡിയാണ്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, സൈലം ഒളിമ്പിയാഡ് മാത്ത് പ്രൊഡിജി ബാച്ചിൽ അതിൻ്റെ ലിങ്കും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് വാച്ച് ദ ഒളിമ്പിയാഡ് ചാനൽ ഓഫ് സൈലം ആൻഡ് ഓൾസോ ബി റെഡി ഫോർ RMO 2025 എക്സാമിനേഷൻ. അപ്പോൾ താങ്ക് യു. എല്ലാ കുട്ടികൾക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. സൈലത്തിൻ്റെ ഒരുപാട് മക്കൾക്ക് ഇപ്പോൾ നമ്മുടെ റിസൾട്ടൊക്കെ നോക്കുമ്പോൾ അനാലിസിസ് ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് നല്ല സ്കോറുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഒഫീഷ്യലായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ദി RMO എക്സാമിനേഷൻ ആൻഡ് താങ്ക് യു.